രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവരുമ്പോൾ അത് സാധാരണക്കാർക്ക് നൽകുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. 2026 ഏപ്രിലിൽ 3.4% റീറ്റെയിൽ പണപ്പെരുപ്പം മെയ് മാസത്തോടെ 3.9% കുതിച്ചുയർന്നിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരിധിയായ 2% മുതൽ 6% വരെയുള്ള പരിധിക്കുള്ളിൽ ഈ നിരക്ക് നിൽക്കുന്നുണ്ടെങ്കിലും വിലക്കയറ്റത്തിന്റെ വേഗത സാമ്പത്തിക വിദഗ്ധരെ ആശങ്കയിലാക്കുന്നു. ഭക്ഷണ സാധനങ്ങൾക്കും ഇന്ധനത്തിനും നൽകേണ്ടി വരുന്ന അധിക തുക ഒരു സാധാരണ കുടുംബത്തിന്റെ മാസ ബജറ്റിനെ എങ്ങനെ താളം തെറ്റിക്കുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാം. ഉപഭോക്തൃ വില സൂചിക അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നത് ഒരു സാധാരണ ഉപഭോക്താവ് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, ഇന്ധനം, ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നൽകേണ്ടി വരുന്ന വിലയിലെ ശരാശരി മാറ്റമാണ്. ഈ സൂചിക ഉയരുമ്പോൾ നമ്മുടെ പക്കലുള്ള രൂപയുടെ വാങ്ങൽ ശേഷി അഥവാ പർച്ചേസിംഗ് പവർ കുറയുന്നു. ലളിതമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് ലഭിച്ചിരുന്ന സാധനങ്ങൾക്ക് ഇപ്പോൾ 104 രൂപയോളം നൽകേണ്ടി വരുന്നു എന്നതാണ് ഈ 3.9% വർധനവ് എന്നത് അർത്ഥമാക്കുന്നത്. മെയ് മാസത്തിലെ പണപ്പെരുപ്പ വർധനവിന് പിന്നിൽ വ്യക്തമായ ചില സാമ്പത്തിക ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഭക്ഷ്യവിലയിലെ കുതിച്ചുചാട്ടമാണ്. പണപ്പെരുപ്പത്തിന്റെ സിംഹഭാഗവും ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ നിന്നാണ് വരുന്നത്. പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പാൽ, മുട്ട എന്നിവയുടെ വിലയിൽ രേഖപ്പെടുത്തിയ വർധനവ് സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്നു. മറ്റൊന്ന് കാലാവസ്ഥാ വ്യതിയാനമാണ്. മെയ് മാസത്തിലെ അപ്രതീക്ഷിത ഉഷ്ണതരംഗങ്ങളും തുടർന്നുണ്ടായ കാലവർഷക്കെടുതികളും കാർഷിക ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചു. വിളവെടുപ്പ് കുറഞ്ഞത് വിപണിയിൽ ലഭ്യതക്കുറവിനും വിലക്കയറ്റത്തിനും കാരണമായി. മറ്റൊരു സുപ്രധാനമായ കാരണം ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളാണ്, അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം. ഒമാൻ തീരത്തും ഹോർമൂസ് കടലിടുക്കിലും നിലനിൽക്കുന്ന സാഹചര്യം ക്രൂഡ് ഓയിൽ വിലയെ ബാധിക്കുന്നു. ഇന്ധനവില കൂടുന്നത് ചരക്ക് നീക്കത്തിനുള്ള ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുകയും അത് സ്വാഭാവികമായും വിപണിയിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കൂട്ടുകയും ചെയ്യുന്നു. ഈ റീറ്റെയിൽ പണപ്പെരുപ്പം കാരണം സാധാരണക്കാരൻ്റെ ബജറ്റിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. 3.9% എന്നത് കേവലം ഒരു അക്കമല്ല, ഇത് കുടുംബ ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്നതാണ്. പച്ചക്കറികൾക്കും ധാന്യങ്ങൾക്കും വേണ്ടി കൂടുതൽ തുക ചെലവാക്കേണ്ടി വരുന്നത് സേവിങ്സ് കുറയ്ക്കുന്നു. മൊത്തം സാധനങ്ങളുടെ വില വർധനവിനെ കൂടാതെ ഇന്ധനവില വർധനവ് യാത്രാ ചെലവിൽ നേരിട്ടുള്ള വർധനവുണ്ടാക്കുന്നു. പണപ്പെരുപ്പം കൂടുമ്പോൾ സ്വകാര്യ ഹോസ്പിറ്റലുകളിലെയും വിദ്യാലയങ്ങളിലെയും ഫീസ് ഉയരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും മരുന്നുകളുടെയും വില ഉയരും. ഒരു ചെറിയ ഇടത്തരം കുടുംബത്തിന്റെ മാസം തോറുമുള്ള ചിലവിൽ കുറഞ്ഞത് 500 മുതൽ 1500 രൂപ വരെ ഈ ചെറിയ ശതമാന വർധനവ് വഴി ഉയർന്നേക്കും. റിസർവ് ബാങ്കിന്റെ നാണയ നയസമിതി പണപ്പെരുപ്പം നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. പണപ്പെരുപ്പം ഉയരുമ്പോൾ വായ്പകളുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ RBI മടിക്കും. ഭവന വായ്പകളിൽ പലിശ നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇപ്പോഴത്തെ കണക്കുകൾ നിരാശ നൽകുന്നതാണ്. നിലവിലെ പലിശ നിരക്കുകൾ തുടരാനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ സാധ്യതയുണ്ട്. ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് ലഭിക്കുന്ന പലിശയിൽ കാര്യമായ വർധനവുണ്ടാകില്ലെങ്കിലും പണപ്പെരുപ്പം കൂടുന്നത് നിക്ഷേപത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയ്ക്കുകയാണ് ചെയ്യുക. പണപ്പെരുപ്പം തടയാൻ കേന്ദ്ര സർക്കാർ ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കുകയും സ്റ്റോക്ക് ലിമിറ്റുകൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആഗോള വിപണിയിലെ അസ്ഥിരതകൾ നിയന്ത്രിക്കാനൊന്നും നമ്മുടെ സർക്കാരിന് കഴിയില്ല. അതിനാൽ തന്നെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾക്ക് നല്ല പരിമിതിയുണ്ട്. ഭക്ഷ്യവിലയിലെ അസ്ഥിരത ഒരു നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധിയാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും സംഭരണ സംവിധാനങ്ങൾ അഥവാ ഈ കോൾഡ് സ്റ്റോറേജ് പോലുള്ളവ മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഇതിന് ദീർഘകാല പരിഹാരം കാണാൻ സാധിക്കൂ. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണവില വർധനവൊക്കെ പിടിച്ചു നിർത്താൻ സാധിച്ചേനെ. ഈ മാസത്തോടെ, അതായത് ജൂൺ മാസത്തോടെ കാലവർഷം കൂടുതൽ സജീവമാകുന്നതോടെ കാർഷിക മേഖലയിൽ ഉണർവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് ഭക്ഷ്യവിലയിൽ നേരിയ കുറവുണ്ടാകാൻ സഹായിക്കും. എന്നാൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമൊക്കെ ഉണ്ടായി വ്യാപക കൃഷിനാശമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുകയും റോഡ് തടസ്സപ്പെടുകയൊക്കെ വഴി ചരക്ക് നീക്കം മുടങ്ങുകയും ഒക്കെ ചെയ്താൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. പണപ്പെരുപ്പത്തെ നേരിടാൻ ചില മുൻകരുതലുകൾ എടുത്തേ മതിയാവും. അതിൽ പ്രധാനപ്പെട്ട കാര്യം ബജറ്റ് ആസൂത്രണമാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി അത്യാവശ്യ കാര്യങ്ങൾക്കായി മാത്രം പണം മാറ്റിവെക്കുക. അതുപോലെ നിക്ഷേപങ്ങളിലും ജാഗ്രത പുലർത്തുക. സീസണൽ പച്ചക്കറികളും പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങളും കൂടുതലായി ഉപയോഗിക്കുക. പ്രാദേശിക വിപണിയിൽ നിന്ന് ലഭിക്കുന്നതിനാൽ തന്നെ ഇതിന് ചെലവ് കുറവായിരിക്കും. പ്രദേശത്തെ കർഷകർക്കും ഭക്ഷണവസ്തു നിർമ്മാതാക്കൾക്കുമൊക്കെ ഇതൊരു സഹായവുമായിരിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് മികച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും റീറ്റെയിൽ പണപ്പെരുപ്പം 16 മാസത്തെ ഉയർന്ന നിലയിലെത്തിയത് വലിയൊരു വെല്ലുവിളിയാണ്. വളർച്ചയും വിലക്കയറ്റവും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് RBIക്കും കേന്ദ്ര സർക്കാരിനും വരും മാസങ്ങളിൽ അഗ്നിപരീക്ഷയായിരിക്കും. ഇപ്പോൾ നൽകി വരുന്ന സബ്സിഡികളും സൗജന്യങ്ങളും സർക്കാർ അവസാനിപ്പിക്കുമോ, പലിശ നിരക്കുകൾ ഉയർത്തുമോ എന്നൊക്കെ ഇനി വരാനുള്ള മാസങ്ങളിൽ അറിയാം.